ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ബുൾസൈ ഉണ്ടാക്കാം. 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയതാണ്. 1 ടേബിൾ സ്പൂണിനുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട്. സബോള കനം കുറച്ച് ഒരേ കനത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 2 സബോള, 2 തക്കാളി നുറുക്കി, 1/4 കപ്പ് ഫ്രഷ് പീസ് എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 4 എഗ്ഗിനും കൂടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയതിടാം. പേസ്റ്റ് ആണെങ്കിൽ സബോള ആദ്യം വഴറ്റിയിട്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. റോസ്റ്റ് ആവണ്ട, പച്ചമണം മാറിയാൽ മതി. ഇനി സബോള നുറുക്കിയത് ഇതും വഴറ്റാം. സോഫ്റ്റ് ആവണം, വെന്ത് തിരി വഴന്ന് കിട്ടണം. ഇനി പീസ് ചേർക്കാം. പീസ് ഇല്ലെങ്കിൽ ബീൻസോ ക്യാരറ്റോ ചെറുതായിട്ട് നുറുക്കിയിട്ടും ചേർക്കാൻ പറ്റും. ഒന്ന് വേവട്ടെ. തക്കാളി ചേർക്കാം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുഴഞ്ഞു കിട്ടും, എല്ലാം കൂടി മിക്സ് ആയിട്ട്. ഇനി ഉപ്പ്. ഈ മസാലയിലേക്ക് വേണ്ടത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട്. തക്കാളി പൊടയണ പോലെയായി. ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർത്തതിന് ശേഷം ഒരു 30-40 സെക്കൻഡ് ഒക്കെ മതിയാവും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, നിറത്തിന് വേണ്ടി 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. ഇനി ഓരോ സ്പേസ് ഉണ്ടാക്കിയിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ 4 എഗ്ഗിന് വേണ്ടി സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നിനും കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് പടർന്ന് മസാലയിൽ പിടിച്ച പോലെ ഉണ്ടാവും. ഇതിന് മുകളിൽ ഉപ്പ് വിതറാം. കുരുമുളക് പൊടി കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ വേണ്ട രീതിയിൽ കുക്കായിട്ടുണ്ട്. ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ആയിട്ട് എത്ര വേണ്ട വെച്ചാൽ നമുക്ക് മുറിച്ചെടുക്കാം പാകത്തിന്. ബുൾസൈഡ് ടേസ്റ്റിൻ്റെ കൂടെ മസാലയുടെ ഫ്ലേവറും കൂടി കിട്ടും. നല്ല സ്വാദാണ്.